ഞങ്ങൾക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിരുന്നേ. എന്നാൽ നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഫ്രണ്ട്സ്, ഒരു അടിപൊളി മുരിങ്ങയിലയും മുട്ടയും ചേർത്തുള്ള തോരൻ ഉണ്ടാക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ കിട്ടിയതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകളാണ്. ഇലകളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു 4-5 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് 2 മുട്ട വറുത്തെടുക്കാം. മുട്ട ബുർജി പോലെ ഉണ്ടാക്കിയെടുക്കാം. 2 മുട്ട പൊട്ടിച്ചിട്ട് പാനിൽ ഇട്ടതിന് ശേഷം കുറച്ച് വീതം ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ധാരാളം വിറ്റാമിൻസ് A, C, B6 കൂടാതെ അയൺ, കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള മിനറൽസ് ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിൾ ആണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കിംഗ് പാന് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക് കൂടി ചേർക്കാവുന്നതാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 സ്പൂണ് അരിയാണ് ഞാൻ ചേർക്കുന്നത്. പുഴുങ്ങലരി, ചുമന്നരി. ഇനി അവയൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. അരി ചേർക്കുന്നത് ഓപ്ഷണലാണ്. ചിലവരൊക്കെ ഉഴുന്നും ചേർക്കാറുണ്ട്. എനിക്ക് ടേസ്റ്റ് അരി ചേർത്താലാണ് കൂടുതൽ കിട്ടുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുപോലെ അരി ചേർക്കാറുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങയില ചേർക്കാവുന്നതാണ്. കർക്കിടക മാസം നാട്ടിൽ മഴക്കാലമായതിനാൽ മുരിങ്ങയില സാധാരണ ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. കാനഡയിൽ ഇപ്പോൾ സമ്മർ സീസൺ ആയതിനാൽ ഇവിടെ കഴിക്കാറുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ഇപ്പോൾ മുരിങ്ങയില ഉപയോഗിക്കാറുണ്ടോ? എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് സ്പൈസസ് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇനി അത് വേവാൻ അനുവദിക്കാം. ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവാൻ അനുവദിക്കാം. സ്പൈസസ് ഒക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചു നേരം കൂടി അടച്ചു വെക്കാം. മുരിങ്ങയിലയൊക്കെ ശരിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ട വറവ് കൂടി ചേർത്തിട്ട് നല്ലവണ്ണം
ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള മുരിങ്ങ മുട്ടത്തോരൻ റെഡി. ഇനി അത് ആവശ്യത്തിന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.